ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SSC CHSL പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ധാരാളം പേര് എനിക്ക് സ്ഥിരമായി ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്, സാർ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒരു വീഡിയോ ആക്കി ചെയ്യാമോ എന്ന്. സോ നമ്മുടെ സമയത്തിൻ്റെ തിരക്ക് കാരണം നമുക്ക് പലപ്പോഴും അതിന് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴും ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പം എന്തായാലും അങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം പരീക്ഷ അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനിയും ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മക്കളെ സമയമൊന്നും കളയണ്ട, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബൈ സെല്ലിംഗ് എ ടെലഫോൺ ഫോർ ₹2,400 എ ഷോപ്കീപ്പർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 25%. Then his profit percentage if he had sold it for ₹2,016. അതായത് 2400 രൂപയ്ക്ക് ഒരു ടെലഫോൺ വിറ്റപ്പോൾ അയാൾക്ക് 25% ലാഭം കിട്ടി. അതേ സാധനം തന്നെ അയാൾ 2016 വിറ്റാൽ എന്ത് സംഭവിക്കും? അതാണ് ചോദ്യം. അതായത് ഇയാൾ ഇപ്പോൾ വിൽക്കുന്നത് 2400-നാണ്. 2400 രൂപയ്ക്ക് ഇയാൾ വിറ്റപ്പോൾ ഇയാൾക്ക് എന്താ സംഭവിച്ചത്? 25% ലാഭം. മക്കളെ 25% ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ പ്രോഫിറ്റ് 25% ആണ്, സെല്ലിംഗ് പ്രൈസ് 125% ആണ് അല്ലേ? അപ്പോൾ 2400-ന് വിറ്റാൽ 125% ആയിരിക്കും ഇയാൾക്ക് കിട്ടുക. 2016-ന് വിറ്റാൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ബ്രോക്കൺ ചെയിൻ എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. നോക്കിക്കേ, 2400 രൂപയ്ക്ക് 125%. അപ്പോൾ 2016-ന് അതിനേക്കാളും കുറവായിരിക്കും. അതായത് ബ്രോക്കൺ ചെയിൻ എന്ന കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, വളരെ നിസ്സാരമായ ഒരു ചോദ്യം ഞാൻ ബ്രോക്കൺ ചെയിൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തു. അപ്പോൾ അതിനടിയിൽ വന്ന ധാരാളം കമൻറ്റുകൾ, അതായത് ഈ ചെറിയ ചോദ്യത്തിന് എന്തിനാണ് ഈ വലിയ കാര്യം കൊടുക്കുന്നത്, സിമ്പിളായിട്ട് ചെയ്താൽ പോരെ, എക്സ് ഉപയോഗിച്ചാൽ പോരെ, അങ്ങനെ. മക്കളെ, ഞാൻ നിങ്ങളെ ആ ചോദ്യം എളുപ്പമാക്കി ചെയ്യുന്ന രീതി അല്ല അവിടെ പറഞ്ഞത്. ഞാൻ ബ്രോക്കൺ ചെയിൻ എന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ അതിന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫുൾ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബിൽ പോയി കാണുക എന്ന് പറഞ്ഞിട്ട് അത് കാണാതെയാണ് ആ ഒരു കമൻറ്റ്. ഓക്കെ, കഴിയുന്നത്ര ആളുകൾക്ക് ഞാനത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, പോട്ടെ. അപ്പോൾ നോക്കുക. അപ്പോൾ 2400-ന് 125%. അപ്പോൾ 2016-ന് എത്രയാണ്? 2400-ന് 125% ആണെങ്കിൽ 2016 ബ്രോക്കൺ ചെയിൻ എന്താ പറയുന്നത്? ഇവിടെ 2400-ന് 2016 എന്ന് പറയുന്ന ഒരു ജോഡിയുണ്ട്. പക്ഷേ 125-ന് അങ്ങനെ ഒരു പെയർ അവിടെ ഇല്ല അല്ലേ? അപ്പം 125-ന്റെ പെയറിനെ കണ്ടെത്തണം. 125 ഒറ്റയ്ക്ക് നിൽക്കുന്ന 125 ഇൻറ്റു, ഇനി ഇവിടെ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ച് നോക്കിക്കേ. 2400 രൂപയ്ക്ക് വിറ്റാൽ 125% കോസ്റ്റ് പ്രൈസിൻ്റെ. അപ്പോൾ 2016 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് 125-നേക്കാൾ ചെറിയ ഉത്തരവാണ്. അപ്പോൾ ചെറുത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറുത് ബൈ വലുത്. അപ്പോൾ എത്ര? 2016/2000. ഇത്ര ഓർത്താൽ മതി. നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം ചെറുതാണെങ്കിൽ ചെറുത് ബൈ വലുത്, നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം വലുതാണെങ്കിൽ വലുത് ബൈ ചെറുത്. അപ്പോൾ ചെറുത് വേണോ വലുത് വേണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 125 ഇൻറ്റു ഈ 2016-നെയും 2400-നെയും നമുക്ക് 16 കൊണ്ട് ഹരിക്കാം, 32 കൊണ്ട് ഹരിക്കാം. 2016-നെ 32 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 63 എന്ന് കിട്ടും. ഇനി 2400-നെ നമുക്ക് 32 കൊണ്ട് ഹരിക്കണം. 2400-നെ 32 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടുന്നു. സോ 75-ഉം ഈ 125 കൂടെ കട്ട് ചെയ്യുമ്പോൾ 75-ൽ 25 3 പ്രാവശ്യം, 125-ൽ 25 100-ൽ 4 പ്രാവശ്യം, അപ്പോൾ 5 പ്രാവശ്യം. 63-നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 21 ഇൻറ്റു 5 21 അല്ലേ? 21 ഇൻറ്റു 5 എന്ന് പറയുമ്പം 105 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? 105 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 100% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ 105% കിട്ടുക എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസും കഴിഞ്ഞ് 5% കൂടെ കിട്ടി. സോ അതിൻ്റെ അർത്ഥം എന്താണ്? 5% ലാഭം അല്ലേ? 125 നമ്മൾ എഴുതി എന്തുകൊണ്ടാണ്? 25% ലാഭം ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 105 കിട്ടിയ അതിൻ്റെ അർത്ഥം എന്തുവാണ്? 5% ലാഭം, 5% പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ സപ്പോസ് 75 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 75 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 25% നഷ്ടം. 100 കോസ്റ്റ് പ്രൈസ് ആയിട്ട് അസ്യൂം ചെയ്താൽ 75 കിട്ടിയുള്ളൂ. അപ്പോൾ 100-ന്റെ അത്രയും കിട്ടിയില്ല, 25 നഷ്ടം എന്നാണ് ഇവിടെ വരിക. ഓക്കെ, സോ അടുത്ത ചോദ്യം. Meeta purchased 35 rings at a rate of 160 per ring. At what
rate per ring should he sell so the profit and is 20%? അപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഈ 160നെ 35 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. മക്കളെ 160നെ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്കപ്പം അവിടെ ഒരു എമൗണ്ട് കിട്ടും. പിന്നെ അതിൻ്റെ 20% കണ്ടുപിടിച്ചിട്ട് പിന്നെ നിങ്ങൾ അതിനെ ഈ 35 കൊണ്ട് ഹരിക്കേണ്ടി വരത്തില്ല. കാരണം ഇവിടെ ചോദ്യം എന്താണ്? അറ്റ് വാട്ട് റേറ്റ് പെർ റിംഗ്, ഒരു റിങ്ങിന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു റിംഗ് വിൽക്കുന്നത് 160 രൂപയ്ക്ക്. അപ്പോൾ എത്രയോ അവർ വിറ്റോട്ടെ, പക്ഷേ ഒരെണ്ണത്തിന് 20% ലാഭം ഉൾപ്പെടെയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 160നെ മാത്രം നോക്കിയാൽ മതി. സോ 160 രൂപയുടെ സാധനത്തിന് 20% ലാഭം. 20% ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? 20% ലാഭം, പ്രോഫിറ്റോ ലോസോ പെർസെൻറ്റേജ് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് പ്രൈസിനെ 100% ആയിട്ട് അസ്യൂം ചെയ്യുക. പ്രോഫിറ്റ് എത്ര മക്കളെ? 20%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? 120%. സോ 160 ഇൻറ്റു 120%. 0യും 0യും എല്ലാം കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 ഇൻറ്റു 12. 16 10 പ്രാവശ്യം ആകുമ്പോൾ 160. പിന്നെ 16 2 പ്രാവശ്യമാകുമ്പോൾ 32. 160 32 192 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? എക്സാക്ട്ലി ശരിയാണ്. സോ ഇവിടെ നിങ്ങൾ ഈ ടോട്ടൽ 160 × 35 ചെയ്താലും അവസാനം അത് നിങ്ങൾ 35 കൊണ്ട് ഹരിക്കേണ്ടി വരും. ഇപ്പൊ ഈ ചോദ്യത്തിൽ 160നെ 35 കൊണ്ട് ഗുണിച്ചു എന്നിരിക്കുക. എന്നാലും അവസാനം ഒരെണ്ണത്തിന്റെ വില കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ 35 കൊണ്ട് ഗുണിച്ചതിനെ നിങ്ങൾ അവസാനം 35 കൊണ്ട് ഹരിക്കേണ്ടി വരും. ഇതിനെയാണ് ഞങ്ങൾ കണക്ക് സാറുമാരുടെ ഭാഷയിൽ നാരായണത്ത് ഭ്രാന്തൻ സിൻഡ്രോം എന്ന് പറയുക. അതായത് നിങ്ങൾ ഗുണിക്കുന്നത് ഹരിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഗുണിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു സംഖ്യ x കൊണ്ട് ഗുണിക്കുന്നു, അവസാനം അതിനെ x കൊണ്ട് ഹരിക്കേണ്ടി വരുന്നു. നാരായണത്ത് ഭ്രാന്തൻ എന്താ ചെയ്യുക? കല്ലുരുട്ടി മുകളിലേക്ക് കയറ്റുന്നു, എടുത്ത് താഴേക്ക് ഇടുന്നു. അപ്പൊ അതുകൊണ്ട് ഗുണിക്കുന്നത് ഹരിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഗുണിക്കാതിരിക്കുക. ശുഭദിനം. If 7 typists typing 7 hours a day can type a book in 9 days, then how many days will 3 typists typing 3 hours a day typing the entire book? അതായത് ഇത്രയേ ഉള്ളൂ. 7 typists 7 hours a day can type in 9 days. Type a book in 9 days. അപ്പോൾ 7 ടൈപ്പിസ്റ്റ് ഒരു ദിവസം 7 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്താൽ 9 ദിവസം കൊണ്ട് ഒരു ബുക്ക് ടൈപ്പ് ചെയ്യും. ഹൗ മെനി ഡേയ്സ് വിൽ 3 ടൈപ്പിസ്റ്റ് 3 hours എ ഡേ ടേക്ക്? എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. ഹൗ മെനി ഡേയ്സ്. അപ്പോൾ ഇവിടെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ദിവസം 7 മണിക്കൂർ വെച്ച് 7 ടൈപ്പിസ്റ്റ് 9 ദിവസം കൊണ്ട് ചെയ്യുന്ന അതേ ജോലി. അതായത് ഇവരുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ 7 ടൈപ്പിസ്റ്റ് ഒരു ദിവസം 7 മണിക്കൂർ വെച്ച്, അപ്പോൾ 7 പേരും കൂടി ഇരുന്ന് ജോലി ചെയ്യുവാണെങ്കിൽ 49 മണിക്കൂർ ടോട്ടൽ ഔട്ട്പുട്ട് ഉണ്ടായി. അങ്ങനെ 9 ദിവസം അവർ വർക്ക് ചെയ്തു. അതേ സെയിം വർക്ക് ഇവിടെ ചെയ്യണം 3 ടൈപ്പിസ്റ്റ്, പക്ഷെ ഒരു ദിവസം 3 മണിക്കൂർ വെച്ചേ ചെയ്യത്തുള്ളൂ. എത്രയാണ്? സോ ഇത്രയേ ഉള്ളൂ. 7 into 9 divided by 3 into 3. അപ്പോൾ 3 into 3 9ഉം ഈ 9 അങ്ങ് കട്ട് ചെയ്ത് പോയിട്ട് 7 into 7 49. മനസ്സിലായോ? സോ അടുത്തത്, എ മോട്ടോർ കാർ സ്റ്റാർട്ട്സ് വിത്ത് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 70 km/h with its speed increasing every 2 hours by 10 km/h. In how many hours will it cover 345 kilometers? So very simple. ഒരു മോട്ടോർ നമ്മൾ മുൻപ് എവിടെയോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. So a motor car starts with an average speed of 70 km/h with its speed increasing every 2 hours by 10 km/h. In how many hours will it cover 345 kilometers? So ഒരു മോട്ടോർ കാർ എന്താ ചെയ്യുക? 70 km/h വേഗത്തിൽ സഞ്ചരിക്കുന്നു. With its speed increasing every 2 hours by 10 km. അതായത് ആദ്യം ഇത് 70 കിലോമീറ്ററിൽ സഞ്ചരിക്കും. ഇത് ഈ സൈഡിൽ ഞാൻ പറയുന്നത് സ്പീഡാണ്. പിന്നെ എന്ത് ചെയ്യും? ഇത് 80 ആവും, പിന്നെ 90 ആവും, പിന്നെ 100 ആവും, ആൻഡ് സോ ഓൺ. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എവിടെ വരെ പോകുന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. 70 ഇങ്ങനെ 10 വെച്ച് കൂടിക്കൊണ്ട് ഓരോ 2 മണിക്കൂറിനും. അപ്പോൾ ഇത് ടൈമാണ്. ഇവിടെ 2 മണിക്കൂർ, ഇവിടെ 2 മണിക്കൂർ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കിത് ഇങ്ങനെ 2 ഇട്ട് പോകാൻ അതിന് മാത്രം ദൂരമൊന്നും നമുക്ക് ഓടണ്ട. നമുക്ക് ആകെപ്പാട് എത്ര ദൂരം ഓടിയാൽ മതി? 345 കിലോമീറ്റർ ഓടിയാൽ മതി. സോ 70 × 2 ആയപ്പോൾ എത്രയായി? 140. എന്താ ഗുണിച്ചാൽ എന്താണെന്ന് അറിയാമോ മക്കളെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതുകൊണ്ടാണ് നമ്മൾ ഗുണിച്ചത്. 70 × 2 140. അതായത് 140 കിലോമീറ്റർ ആയി 2 മണിക്കൂറുണ്ട്. 80 × 2 160. ഈ 140 160 എത്രയായി? 14 16 എത്രയായി? 300 ആയോ? ആയി. അപ്പം
കംപ്ലീറ്റഡ് ഡിസ്റ്റൻസ് ഇത്രയാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് 345 ആണ്. സോ ഇനി ബാലൻസ് ഡിസ്റ്റൻസ് ഓർ റിമൈനിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പോൾ ആ 45 സ്വാഭാവികമായിട്ട് ഇവിടേക്ക് പോകും. സോ 45 കിലോമീറ്റർ സഞ്ചരിക്കണം. സ്പീഡ് എത്ര ഉണ്ട്? 90 km/h സ്പീഡ് ഉണ്ട്. സോ ടൈം എത്ര ആയിരിക്കും? അങ്ങനെ കണ്ടുപിടിക്കും. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 45, സ്പീഡ് 90, അതായത് 1/2 എന്ന് കിട്ടത്തില്ലേ? 45/90 എന്ന് പറയുമ്പോൾ 45-ൽ 45 ഒരു പ്രാവശ്യം, 90-ൽ 45 രണ്ട് പ്രാവശ്യം. അതായത് എന്തോ അരമണിക്കൂർ, 0.5 hours ഓർ 30 minutes എന്നിങ്ങനെ വേണേൽ എഴുതാം. അപ്പോൾ ടോട്ടൽ ടൈമാണ് ചോദ്യം. ടോട്ടൽ ടൈം എത്ര? ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 0.5 എന്ന് പറയുമ്പോൾ എത്ര മക്കളെ? 4.5 മണിക്കൂർ, 4.5 hours ഓർ 4 മണിക്കൂർ 30 മിനിറ്റ്. യെസ്, 4.5 hours, 4.5 മണിക്കൂർ. മനസ്സിലാലോചിച്ച് ചെയ്യാം. 70 × 2 140, 80 × 2 160, 140 160 300, പിന്നെ ഒരു 45 ഉണ്ട്. 45 കിലോമീറ്റർ ഓടാൻ 90 km/h സ്പീഡ് ഉണ്ട്. സോ 45/90 എന്ന് പറയുമ്പോൾ ആരാ? സോ 2 × 2 4 വരെ 4.5. മനസ്സിലാലോചിച്ച് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. സോ അടുത്ത ചോദ്യം, 20 men can complete 1/3 of a work in 20 days. How many more men should be employed to finish the rest of the work in 25 more days? 20 men can complete 1/3 of a work in 20 days. 20 ആളുകൾക്ക് 1/3 ജോലി ചെയ്യാൻ 20 ദിവസം വേണം. സോ 1/3 വർക്കിനല്ലേ ഇവർക്ക് 20 ദിവസം വേണ്ടേ? അതെ. അപ്പം മൊത്തം വർക്ക്, ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും മക്കളെ? 20 × 3 60 days എന്ന് പറഞ്ഞാൽ എന്താണ്? 20 ആളുകൾക്ക് एक काम पूरा करने के लिए ഒരു ജോലി ചെയ്യുന്നതിന് 60 ദിവസം വേണം 20 ആളുകൾക്ക്. സോ ഇതാണ്, ദിസ് ഈസ് ദ ടോട്ടൽ വർക്ക്. ഹൗ മെനി മോർ മെൻ ഷുഡ് ബി എംപ്ലോയ്ഡ് ടു ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്? സോ 20 മെൻ എത്ര ചെയ്തു? 1/3 വർക്ക് ചെയ്തില്ലേ? 20 men can complete 1/3 of a work in 20 days. How many more men should be employed to finish the rest of the work? അതായത് നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര? 1. കംപ്ലീറ്റഡ് വർക്ക് എത്ര? 1/3. അപ്പോൾ ഇനി ബാലൻസ് വർക്ക് എത്ര ഉള്ളത്? ബാലൻസ് വർക്ക് എത്ര ഉള്ളത്? 2/3 ആവുള്ളത്. 2/3 ആവുള്ളത് അല്ലേ? അപ്പോൾ 60 ദിവസത്തിൻ്റെ എത്ര? 20 ദിവസത്തെ വർക്ക് ചെയ്തു അല്ലേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കംപ്ലീറ്റഡ് വർക്ക് 20 men എത്ര ദിവസം ചെയ്തു? എത്ര ദിവസം? 20 ദിവസം ജോലി ചെയ്തു. 1/3 വർക്ക് ചെയ്തല്ലോ. അപ്പോൾ വല്ലാത്തൊരു വരെയായിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് വർക്ക് എന്ന് പറയുമ്പോൾ 20 ആളുകൾക്ക് എത്ര ദിവസത്തെ ജോലിയുണ്ട്? 40 ദിവസത്തെ ജോലിയുണ്ട് അല്ലേ? ഹൗ മെനി മോർ മെൻ ഷുഡ് ബി എംപ്ലോയ്ഡ് ടു ഫിനിഷ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക് ഇൻ 25 more days. അതായത് ഇനിയും, അതായത് 20 ദിവസം നമുക്ക് കഴിഞ്ഞു. 20 ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇത് തീർക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്? 25 ദിവസം കൊണ്ടുകൂടെ തീർക്കണം. അതായത് ആകെ എത്ര ദിവസമേ ഉള്ളൂ? നമ്മുടെ കയ്യിൽ ഇനി 40 ദിവസം ഉണ്ട്. പക്ഷെ 40 ദിവസം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബാലൻസ് വർക്ക് 20 ആളുകൾക്ക് ചെയ്യാനായിട്ട് 40 ദിവസം വേണം. പക്ഷെ നമ്മൾ എത്ര ദിവസം കൊണ്ട് ഇത് തീർക്കണം? 25 ദിവസം കൊണ്ട് തീർക്കണം. 40 ദിവസം കൊണ്ട് തീരേണ്ട ഒരു ജോലി 25 ദിവസം കൊണ്ട് തീരണമെങ്കിൽ ആള് കൂടുതൽ വേണം. ബ്രോക്കൺ ചെയിൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. ഇവിടെ 40-ന് 25 എന്നൊരു പെയറുണ്ട്. 20-ന് ആ പെയറില്ല. എങ്ങനെ കണ്ടുപിടിക്കും? ഒറ്റയ്ക്ക് നിൽക്കുന്ന 20-നെ ഇങ്ങെടുക്കുക, ഇൻറ്റു എഫിഷ്യൻസി കുറഞ്ഞു. സോറി, എഫിഷ്യൻസി അല്ല, സമയം. ഇത് 25 ഡേയ്സ് ആണ്, മെന്നല്ല, 25 ഡേയ്സ്. 40 ദിവസം കൊണ്ടാണെങ്കിൽ 20 പേര്, 25 ദിവസം കൊണ്ടാണെങ്കിലോ, അതായത് എന്ത് കുറഞ്ഞു ഇവിടെ? ടൈം കുറഞ്ഞു. അപ്പോൾ എഫിഷ്യൻസി എന്ത് ചെയ്യണം? കൂടണം അല്ലേ? ടൈം കുറഞ്ഞു, എഫിഷ്യൻസി കൂടണം. അപ്പോൾ കൂടണമെങ്കിൽ വലുത് ബൈ ചെറുത്. അപ്പോൾ 40 / 25 അല്ലേ? അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ 40-നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ എത്ര കിട്ടും? 8. ഇവിടെ എന്തുകൊണ്ട് ഹരിക്കാൻ? നമുക്ക് 5 അല്ലേ? 5-നെ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? സോറി, 20-നെ 5 കൊണ്ട്. ഇപ്പോൾ 8 × 4 32 ആളുകൾ വേണം. അതായത് ആകെ 32 പേരൂടെ ഇനിയും വേണം. ആകെ 32 പേരൂടെ നമുക്ക് വേണം.
പക്ഷേ നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 20 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എത്ര പേരെ കൊണ്ടുവരണം? 12 ആളുകളെ കൊണ്ടുവരണം. 12 men, 12 ആളുകളെ നമ്മൾ എക്സ്ട്രാ കൊണ്ടുവരണം. അതായത് ഇത്രയേ ഉള്ളൂ. 1/3 വർക്കിന് 20 ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു 60. ആ 60 ദിവസം കൊണ്ട് 20 പേര് ചെയ്യേണ്ട ജോലി അവർ 20 ദിവസം ചെയ്തു. അപ്പം 60 ദിവസം കൊണ്ട് 20 പേര് ചെയ്യേണ്ട ജോലി 20 ദിവസം ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എത്രയാണ്? 20 പേർക്ക് 40 ദിവസത്തേക്കുള്ള ജോലിയുണ്ട്. പക്ഷേ നമ്മൾ 40 ദിവസം കൊണ്ടല്ല, 25 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കണം. 25 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കണം. അപ്പോൾ 25 ദിവസം കൊണ്ടാണ് എത്ര പേര്. അല്ലാതെ നിങ്ങൾ ഈ 40ന്റെ കൂടെ 25 കൂട്ടിയൊന്നും വെക്കരുത്. ആകെ 25 മോർ ഡേയ്സ് എന്ന് പറയുമ്പോൾ ആ 20 ദിവസം കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഇനി 25 ദിവസം കൊണ്ട് തീർക്കണം. പക്ഷേ 20 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 40 ദിവസം വേണം. പക്ഷെ അത്ര ഇല്ല. 40 ദിവസം നമ്മുടെ മുമ്പിലില്ല. 40 ദിവസം കൊണ്ട് തീരേണ്ട പണി 25 ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ കൂടുതൽ ആളിനെ വെക്കണം. അതായത് ടൈം കുറയുമ്പോൾ എഫിഷ്യൻസി കൂടണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് 32 പേര് വേണമെന്ന്. ഉടനെ ആൻസർ ഓപ്ഷനിൽ 32 കാണും, അത് എഴുതരുത്. 20 പേര് നമ്മുടെ കയ്യിലുണ്ട്, എക്സ്ട്രാ എത്ര പേര് വേണം? എത്രയാണ്? 12 പേര്. ഓക്കെ അല്ലേ? യെസ്. സോ അടുത്ത ചോദ്യം. എ മാൻ പെർഫോംസ് 4/11 ഓഫ് ഹിസ് ജേർണി ബൈ റെയിൽ 15/44 by bus. 15/44 by bus. 15/44 by bus and cover the remaining 572 kilometers. അപ്പം ഇത് രണ്ടും കൂടെ എത്ര നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആക്കാനായിട്ട് രണ്ടിടത്ത് ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 16/44 പ്ലസ് 15/44 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? അപ്പം 31/44. സോ ടോട്ടൽ ജേർണി അല്ലെങ്കിൽ ടോട്ടൽ ജേർണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്താൽ കംപ്ലീറ്റഡ് ഡിസ്റ്റൻസ് എത്രയാണ്? 31/44. അപ്പോൾ ഇനി ബാലൻസ് ഉള്ളത് എത്രയാണ്? ബാലൻസ് ജേർണിയോ ബാലൻസ് ഡിസ്റ്റൻസോ റിമൈനിങ് ഡിസ്റ്റൻസോ എന്ത് വേണമെങ്കിൽ പറയാം. 1 മൈനസ് 31/44. ഈ 1നെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 44/44 എന്ന് എഴുതാമല്ലോ. മൈനസ് 31/44 എത്ര കിട്ടും? 44ൽ നിന്ന് 31 കുറച്ചാൽ എത്ര കിട്ടും? 13/44. 13/44 അല്ലേ? അപ്പോൾ ഇനി ബാലൻസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 13/44. അതായിരിക്കും എത്ര? ഈ 572. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന 13/44 എന്ന് പറയുന്നതാണ് എത്ര? 572. ഹൗ മച്ച് ഡിസ്റ്റൻസ് ഡിഡ് ഹി കവർ ഇൻ ദ ടോട്ടൽ ജേർണി? അതായത് 13/44 572 ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ജേർണി എന്ന് പറയുമ്പോൾ 1 ആണ്. 1 എത്ര എന്ന് കണ്ടുപിടിക്കണം. അതായത് 572നെ 13/44 കൊണ്ട് ഹരിക്കണം. ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 572 ഇൻറ്റു 44 ഡിവൈഡഡ് ബൈ 13. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13 കൊണ്ട് കട്ട് ചെയ്ത് കളയാം. എത്രയാണ്? 13 4 എത്ര കിട്ടും? 52. വീണ്ടും 52. അപ്പോൾ എത്ര കിട്ടും? 44 അല്ലേ? സോ 44 ഇൻറ്റു 44 ആണ് നമ്മുടെ ആൻസർ. സോ 44 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 44 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1936. 1936. യെസ്, 1936 കിലോമീറ്റർ. അടുത്ത ചോദ്യം. എ ഡിസോണസ്റ്റ് മിൽക്ക്മാൻ മിക്സഡ് 1 liter of water for every 3 liters of milk and thus made 36 liters of milk. If he now adds 15 liters of milk to the mixture, find the ratio of milk and water in the new mixture. അപ്പം പേരിൽ തന്നെ അയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റോടെ നമുക്ക് തരുന്നുണ്ട്. ഡിസോണസ്റ്റ് മിൽക്ക്മാൻ. അപ്പോൾ അവൻ വെള്ളം ചേർത്തില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. സോ മിൽക്കും വാട്ടറും. എ ഡിസോണസ്റ്റ് മിൽക്ക്മാൻ മിക്സഡ് 1 liter of water for every 3 liters of milk. അതായത് 3 ലിറ്റർ പാലിൽ 1 ലിറ്റർ വെള്ളം ചേർക്കും. And thus he made 36 liters of milk. അങ്ങനെ അയാൾ 36 ലിറ്റർ മിൽക്ക് ഉണ്ടാക്കി. മിൽക്ക് എങ്ങനെ ഉണ്ടാക്കിയത്? ശുദ്ധമായ പാലും അതിനകത്തിൽ വെള്ളവും കൂടെ ചേർത്ത്. അപ്പോൾ പാൽ എത്ര ആയിരിക്കും? 36 36 ഇൻറ്റു 3/4 ആയിരിക്കും പാല്. 36 ഇൻറ്റു 1/4 ആയിരിക്കും വെള്ളം. അപ്പോൾ എത്ര കിട്ടും? 27 ലിറ്റർ പാലും 9 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് അയാൾ ഉണ്ടാക്കിയേക്കുന്ന പാലും വെള്ളം. അതിനകത്തിൽ ഇഫ് ഹി നൗ ആഡ്സ് 15 liters ഓഫ് മിൽക്ക്. ഇത് കുറ്റബോധം തോന്നി. ഒരു 15 ലിറ്റർ പാല് മാത്രം ഒഴിച്ചു, വെള്ളം ഒന്നും ഒഴിച്ചില്ല പാവം. അപ്പോൾ എത്രയായി? 27ഉം 15ഉം എത്ര കിട്ടും മക്കളെ? 42ഉം 9ഉം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റേഷ്യോ. 42 ലിറ്റർ പാലും 9 ലിറ്റർ വെള്ളവും. 42:9 എന്ന് പറയുമ്പോൾ 2നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ എത്ര കിട്ടും?
14:3, 14:3 എന്ന് നമുക്ക് കിട്ടും. ശരിയാണോ? യെസ്, 14:3. അടുത്ത ചോദ്യം, എ ഷോപ്പ് കീപ്പർ ഇൻക്രീസസ് ദി ഒറിജിനൽ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ടു ഇറ്റ്സ് ട്വൈസ്. The initial gain percentage is given as 9%. Find out the new gain percentage. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും എന്താണ്, ഇനിഷ്യൽ ഗെയിൻ പെർസെൻറ്റേജ് 9 ആണ്, സെല്ലിംഗ് പ്രൈസ് ഇരട്ടിയാക്കുമ്പോൾ 9 × 2 18% അല്ലേ സാർ? അതേ സാർ എന്നും പറഞ്ഞ് നമ്മൾ പോയി നോക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? തെറ്റായിരിക്കും, 18% അല്ല. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്നിരിക്കട്ടെ, ഇനിഷ്യലി കിട്ടുന്ന പ്രോഫിറ്റ് എത്ര? 9%. അപ്പോൾ ഈ സാധനത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര മക്കളെ? 109%. ഞാനിത് ഇരട്ടിയാക്കുക ഇൻറ്റു 2, അപ്പോൾ എത്രയായി? സെല്ലിംഗ് പ്രൈസ് എത്രയായി? 218ആയി. കോസ്റ്റ് പ്രൈസോ? സെല്ലിംഗ് പ്രൈസ് ഇരട്ടിയാക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഇരട്ടിയാവുമോ? ഇല്ല. എടാ മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ, 100 രൂപയ്ക്ക് കിട്ടിയ 2 സാധനം, ഒരു സാധനം ഞാൻ 109 രൂപയ്ക്ക് വിറ്റു, രണ്ടാമത്തെ സാധനം ഞാൻ 218 വിറ്റു. അതിൻ്റെയും കോസ്റ്റ് പ്രൈസ് എത്ര തന്നെ? 100 തന്നെ. സെല്ലിംഗ് പ്രൈസ് എത്ര? 218. അപ്പോൾ എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര? 218 മൈനസ് 100 എത്ര? 118 അല്ലേ? കോസ്റ്റ് പ്രൈസ് മാറുന്നില്ല, കോസ്റ്റ് പ്രൈസ് ഇരട്ടിയാവുന്നില്ല. എൻ്റെ കയ്യിൽ കിട്ടിയ 2 സാധനം, എന്താ ഈ 2 സാധനങ്ങൾ, ഇതിന് 100 രൂപയാണ് വില. ഞാൻ ഇത് തന്നെ ഒരെണ്ണം ഞാനിത് 9% ലാഭത്തിന് വിൽക്കുന്നു, 109 വിൽക്കുന്നു. വേറെ ഒരെണ്ണം ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഈ വിറ്റ വിലയുടെ ഇരട്ടിയാക്കുന്നു. ഈ 2 എണ്ണം ഇരിപ്പുണ്ട് എനിക്ക് 2 100 കിട്ടിയതാ. ഒരെണ്ണം ഞാൻ എന്ത് ചെയ്തു? 109 വിറ്റു. മറ്റേത് ഞാൻ ആ വിറ്റ വിലയുടെ ഇരട്ടിയാക്കി 218 ആക്കി. ഞാൻ 218-നല്ല, 1000-നല്ല, ലക്ഷത്തിനല്ല, കോടിക്ക് വിറ്റാലും എനിക്ക് ഈ സാധനം കിട്ടിയത് 100 രൂപയ്ക്കാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് മാറുന്നില്ല, സെല്ലിംഗ് പ്രൈസ് മാത്രമേ ഇരട്ടി, 3 ഇരട്ടി, 4 ഇരട്ടി, 5 ഇരട്ടി ഒക്കെ ആവുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ലാഭം ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും അല്ലേ? മേടിക്കാനുള്ള മണ്ടനുണ്ടെങ്കിൽ. അപ്പോൾ പ്രോഫിറ്റ് എത്ര? 118. ചോദ്യം എന്തുവാ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര മക്കളെ? 118. കോസ്റ്റ് പ്രൈസ് എത്ര? 100 ഇൻറ്റു 100 എത്ര കിട്ടും? 118%. 118%. സോ പ്രോഫിറ്റൂടെ കോസ്റ്റ് പ്രൈസ് ഇരട്ടി ആവുന്നില്ല. അപ്പോൾ എനിക്ക് അവിടെ ഭയങ്കര ലാഭമായിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. സോ ആൻസർ 118%, 118%. ഇനി അടുത്തത്, അറ്റ് വാട്ട് പ്രൈസ് വിൽ എ സം ഓഫ് മണി ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 10 years? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം പരീക്ഷകൾക്കൊക്കെ, PSC പരീക്ഷകൾക്കും SSC പരീക്ഷകൾക്കും ഒക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എത്ര ശതമാനം പലിശ നിരക്കിൽ ഒരു തുക ഇരട്ടിയാകും? വാട്ട് റേറ്റ് പെർസെൻറ്റേജ് വിൽ എ സം ഓഫ് മണി ഡബിൾ ഇറ്റ് സെൽഫ് ഇൻ 10 years? സോ എത്ര ശതമാനം പലിശ നിരക്കിൽ 10 വർഷം കൊണ്ട് ഒരു തുക ഇരട്ടിയാവും? അപ്പോൾ ഇതിനെ 100/n എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ കാര്യം മനസ്സിലാക്കുക. 100 രൂപ കൊണ്ടിട്ട് അത് ഇരട്ടിയാവണം, അതായത് 200 ആവണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതെ, നിങ്ങൾ കൊണ്ടിടുന്ന 100 ഇത് നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഇരട്ടിയാവുക 200 ആവേണ്ടത് എന്താണ്? മുതലും പലിശയും കൂടാണ്. അതായത് ഈ 200 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 100 രൂപ നിങ്ങൾ കൊണ്ടിട്ടു, 10 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് 200 ആവണം. നിങ്ങൾ പിന്നെ ബാങ്കിലോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, 10ന്റെ പൈസ നിങ്ങൾ കൊണ്ടിടുന്നില്ല. സോ 100 200 ആവണം. 100 200 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 100 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടണം? പലിശ കിട്ടണം. 100 രൂപ പലിശ കിട്ടണം. ഈ 100 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ, ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് പറയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ അങ്ങനെ പറയാത്തടത്തോളം കാലം നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് അസ്യൂം ചെയ്താൽ മതി. സോ 100 രൂപ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടാൻ എത്ര വർഷം എടുത്തു? 10 വർഷം എടുത്തു. അപ്പോൾ ഇങ്ങനെ എഴുതാം, 10 വർഷം കൊണ്ടാണ് എനിക്ക് എത്ര കിട്ടിയത്? 100 രൂപ കിട്ടിയത്. അപ്പോൾ ഒരു വർഷം കൊണ്ട് കിട്ടിയത് എത്രയാണ്? 100/10 എത്ര രൂപ കിട്ടി? 10 രൂപ കിട്ടി അല്ലേ? 100/10 10 രൂപ. അപ്പോൾ ഒരു വർഷം 100 രൂപയ്ക്ക് 10 രൂപയാണ് പലിശ. ഒരു വർഷം 100 രൂപയ്ക്ക് 10 രൂപ പലിശ എന്ന് പറഞ്ഞാൽ 10%. അതായത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് I/P × 100. അതായത് ഇൻട്രസ്റ്റ്, ഒരു വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് 10 രൂപ. പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 100 രൂപ × 100 അല്ലേ? അപ്പോൾ എത്ര ശതമാനം? 10%. 10%. അപ്പോൾ ഇതാണ്
അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഇത്രയൊക്കെ വലിച്ചു നീട്ടി പറയേണ്ട കാര്യമുണ്ടോ സാർ? 100/n എന്ന് എടുത്താൽ പോരെ? ഇരട്ടിയാവുകയാണെങ്കിൽ 100/n, 2 ഇരട്ടിയാവും, 3 ഇരട്ടിയാവുകയാണെങ്കിൽ 200/n, 4 ഇരട്ടിയാവുകയാണെങ്കിൽ 300/n. ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങൾ ഇക്വേഷൻ പഠിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇരട്ടിയാവുകയാണെങ്കിൽ 100/n, 3 ഇരട്ടിയാവുകയാണെങ്കിൽ, അതായത് 3 എന്നുള്ളതിന് 1 കുറച്ച് 2, അപ്പോൾ 200/n. 4 ഇരട്ടിയാവണമെങ്കിൽ 4ൽ നിന്ന് 1 കുറച്ച് 3, 300/n. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അറിയണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ 100/n ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം, എ ട്രക്ക് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 550 meters in 1 minute. എ ട്രക്ക് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 550 meters in 1 minute. 1 മിനിറ്റിൽ 550 മീറ്റർ സഞ്ചരിക്കുന്നു. Whereas a bus covers a distance of 33 kilometers in 45 minutes. The ratio of their speeds. ഒന്നുകിൽ മീറ്റർ പെർ സെക്കൻഡ് ആക്കുക, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആക്കുക. രണ്ടിനെ ഒരു യൂണിറ്റിലോട്ട് കൊണ്ടുവന്നാലേ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നു. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മീറ്റർ പോട്ടെ, നമുക്കിപ്പം ശരി വേണ്ട, കിലോമീറ്റർ പെർ അവർ ആക്കാം. ഇപ്പോൾ ആദ്യത്തേത് എന്താണ്? ട്രക്ക്. അതുപോലെ തന്നെ പിന്നെന്താണ്? ബസ്. ഓക്കെ, ഇത് ഈ മീറ്റർ പെർ സെക്കൻഡ് ആക്കണമെന്നില്ല, മീറ്റർ പെർ മിനിറ്റ് ആക്കിയാലും മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മീറ്റർ പെർ സെക്കൻഡ് ആക്കുന്നു, അല്ലേ പോട്ടെ, കിലോമീറ്റർ പെർ. എനിക്ക് തന്നെ കൺഫ്യൂഷൻ, ഇപ്പോൾ എന്താക്കണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണേലും ആക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പറഞ്ഞത് തന്നെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം. അപ്പോൾ 550 മീറ്റർ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റിൽ, ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 60. അപ്പം മീറ്ററിനെ സെക്കൻഡ് കൊണ്ട് ഹരിച്ച് മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി ഇവിടെ 33 കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 33. പിന്നെ ചിലർ എന്തോ ചെയ്യുമെന്നറിയോ, ഈ 33 കിലോമീറ്റർ 45 മിനിറ്റിലല്ല, അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കിയിട്ട് പിന്നെ 18/5. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നോ അങ്ങനെ ചെയ്തു, എങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ചെയ്തു. പക്ഷേ അത് ലോജിക്കലി കണക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. സോ 33 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ മീറ്റർ ആക്കാൻ, അല്ലേ, 33 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഗുണിക്കണം. കാരണം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. സോ 33 × 1000, അപ്പോൾ എത്രയായി? അത്രയും മീറ്റർ. ഡിവൈഡഡ് ബൈ സെക്കൻഡ് ആക്കണം, 45 മിനിറ്റ്. മിനിറ്റിനെ സെക്കൻഡ് ആക്കാൻ എന്തോ ചെയ്യണം? 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ സീറോയും നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു. അതുപോലെ 33 × 45 എത്രയാണ്? 11 × 9. അതുപോലെ ഇവിടെ നമ്മൾ ഈ സീറോ എല്ലാം കട്ട് ചെയ്ത് കളയുന്നു. അങ്ങനെ നമ്മൾ ഇതിനെ എല്ലാം കൂടെ വെട്ടിക്കളഞ്ഞ് ചുരുക്കി എടുത്ത് നമ്മൾ റേഷ്യോ ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3:4 എന്ന് കിട്ടും. സോ ഇതാണ് ട്രക്കും ബസ്സും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. സോ ട്രക്കും ബസ്സും തമ്മിലുള്ള സ്പീഡിൻ്റെ റേഷ്യോ 3:4. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാം, അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവർ ആക്കാം, എങ്ങനെ വേണേലും ആക്കിയെടുക്കാം. സോ അവസാനം നമുക്ക് എന്ത് കിട്ടും? 3:4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. CHSL പരീക്ഷയുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ച 10 ചോദ്യങ്ങളാണ് ഇതൊക്കെ. അപ്പം ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, വളരെ തീരെ നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഫിൽറ്റർ ചെയ്തെടുത്ത ഒരു 10 ചോദ്യങ്ങളാണിത്. സോ ഇതേപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ ഈ വേർഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇനിയും ആൾജിബ്ര അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്, ജോമെട്രി അങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അത് നമുക്ക് വരുന്ന ഒരു വീഡിയോയിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.